നമസ്കാരം. അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വിവാഹം ഫാഷൻ ബ്യൂട്ടി വ്ളോഗറായ ഗ്ലാമി ഗംഗയുടേതായിരുന്നു. സുഹൃത്തും വിവാഹമോചിതനുമായ അപ്പു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയായിരുന്നു ഗംഗ വിവാഹം ചെയ്തത്. ഒരു പെൺകുഞ്ഞ് ആദ്യ വിവാഹത്തിൽ അപ്പുവിനുണ്ട്. അതിനാൽ തന്നെ ഗംഗയ്ക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിമർശനം ആ കുഞ്ഞ് സ്വന്തം അച്ഛൻ നൽകേണ്ട സ്നേഹം ഗംഗ നിഷേധിച്ചു എന്നതാണ്. സ്വന്തം അച്ഛൻ സ്നേഹം ലഭിക്കാതെ വളർന്ന ഗംഗ മറ്റൊരു കുട്ടിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കാരണക്കാരിയായത് ശരിയായില്ലെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് ഗംഗയും വിഷ്ണുവും എത്തിയിരിക്കുന്നത്. അപ്പുവുമായി കമ്പയർ ചെയ്യാനുള്ള യോഗ്യത പോലും തന്റെ അച്ഛൻ ഇല്ലെന്നാണ് ഗംഗ പറയുന്നത്. ഗംഗയുടെ ലൈഫിൽ നടന്നതും എന്റെ ലൈഫിൽ നടന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നാളെ ഒരു സമയത്ത് എന്റെ മകൾക്ക് ഒരാവശ്യം വന്നാൽ ഞാനും ഗംഗയും ഉറപ്പായും ഒപ്പം നിൽക്കും എന്നുമായിരുന്നു അപ്പുവിന്റെ മറുപടി. ശേഷം വിമർശനങ്ങൾക്ക് വിശദമായ മറുപടി ഗംഗ നൽകുകയും ചെയ്യുന്നുണ്ട്. ആദ്യമേ ഞാൻ പറയുന്നു, അപ്പുവിനെയും എന്റെ അച്ഛനെയും നിങ്ങൾ കമ്പയർ ചെയ്യരുതെന്ന്. അപ്പുവുമായി കമ്പയർ ചെയ്യാനുള്ള യോഗ്യത പോലും അച്ഛൻ ഇല്ലെന്നാണ് താരം പറയുന്നത്. അച്ഛനിൽ നിന്നും ഞാൻ അനുഭവിച്ചതിന്റെ 10-15% മാത്രമേ ഇതുവരെയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്നും എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമയുണ്ടെന്ന് അപ്പുവിന് നന്നായി അറിയാം. ആ ട്രോമ മാതാപിതാക്കൾ വേർപിരിഞ്ഞത് കൊണ്ട് എനിക്ക് ഉണ്ടായതല്ല. കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ സെക്ഷൽ ചൈൽഡ് അബ്യൂസ് കാരണം വന്നതാണ്. 2 തവണയാണ് സെക്ഷൽ ചൈൽഡ് അബ്യൂസ് എനിക്ക് ഉണ്ടായത്. ഇരുട്ടിൽ നിഴൽ കാണുന്നത് പോലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പു മുൻപ് ഭാര്യയോട് ഗാർഹിക പീഡനം നടത്തിയിട്ടില്ല, ചതിച്ചിട്ടില്ല, തെറി വിളിച്ചിട്ടുമില്ല. പക്ഷെ എന്റെ അച്ഛൻ അപ്പുവിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതിനാലാണ് ഇരുവരെയും കമ്പയർ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നതെന്നും ഗംഗ പറയുന്നുണ്ട്. കുഞ്ഞിനെയും അപ്പു ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞുങ്ങൾ പിറന്ന ശേഷം വിവാഹമോചിതരായ ആദ്യത്തെ ദമ്പതികളോ അല്ല അപ്പുവും മുൻ ഭാര്യയും. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നോ പറഞ്ഞ് അതിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അച്ഛൻ നോക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. പലയിടത്തും നാണം കെട്ട് നിന്നിട്ടുണ്ട്. അപ്പുവിന്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം ഞാൻ തട്ടിപ്പറിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആ കുഞ്ഞ് അപ്പുവിന് ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കല്യാണം നീണ്ടുപോകുമായിരുന്നു. കാരണം ഞാൻ അപ്പുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിൽ ആ കുഞ്ഞും സന്തുഷ്ടിയായിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് വരെ വിവാഹം നീണ്ടുപോകുമായിരുന്നു എന്നാണ് ഗംഗ പറയുന്നത്. കുഞ്ഞിനി അപ്പുവിന് ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പു ഒരിക്കലും ഒരു കല്യാണം കഴിക്കില്ലായിരുന്നു എന്നുമാണ് ഗംഗ പറയുന്നത്. ആരാധകരുടെ മറ്റു ചില ചോദ്യങ്ങൾക്കും ഗംഗ മറുപടി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ബേബി പ്ലാനിങ്ങിനെ കുറിച്ചും ദത്തെടുക്കലിനെ കുറിച്ചുമായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ. ഈ വിഷയങ്ങളിലും വളരെ പക്വതയോടെയുള്ള മറുപടികളാണ് ഗംഗ വിഷ്ണുവും നൽകിയിരിക്കുന്നത്. ആദ്യമായി മറുപടി പറഞ്ഞത് വിഷ്ണുവാണ്. ഒരു കുഞ്ഞു വേണമെന്ന കാര്യത്തിൽ തനിക്ക് പ്രത്യേക നിർബന്ധങ്ങളോ തിടുക്കമോ ഇല്ലെന്നും ഗംഗ എപ്പോൾ തയ്യാറാകുന്നു അപ്പോൾ മതിയെന്നുമാണ് എന്റെ തീരുമാനമെന്നും വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണുവിന്റെ ഈ നിലപാടിനെ ഗംഗ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുമുണ്ട്. താൻ മാനസികമായും ശാരീരികമായും അമ്മയാകാൻ പൂർണ്ണമായി തയ്യാറല്ലെന്നും അതിനുള്ള പക്വത എനിക്ക് ഇനിയും വന്നിട്ടില്ലെന്നുമാണ് ഗംഗ തുറന്നു പറയുന്നത്. അമ്മ തനിക്ക് കുഞ്ഞുങ്ങളുടെ റീൽസുകൾ അയച്ചു തരാറുണ്ടെങ്കിലും തൽക്കാലം അത്തരമൊരു ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലെന്നും ഗംഗ പറയുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സംസാരിച്ചിരുന്നു. താൻ അപ്പോൾ മാനസികമായി തയ്യാറാണോ അപ്പോൾ മതിയെന്നാണ് വിഷ്ണു തന്നോട് പറഞ്ഞതെന്നും ഗംഗ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായി ഭദ്രതയുള്ളത് കൊണ്ട് കുഞ്ഞു വരുന്നതിൽ വിഷ്ണുവിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുവാൻ പോലും എനിക്ക് ഇപ്പോൾ ടെൻഷനാണെന്നും ഗംഗ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ തനിക്ക് നല്ലതുപോലെ അറിയാമെന്നും ഗംഗ പറയുന്നുണ്ട്. തന്റെ കസിൻസായ അക്കുവിനെയും അബിയെയും കുഞ്ഞിനെ നോക്കിയത് താനായിരുന്നുവെന്നും ഗംഗ ഓർക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളും തന്റെ അമ്മയും ജോലിക്ക് പോകുമ്പോൾ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം തനിക്കായിരുന്നുവെന്നും അന്ന് താനായിരുന്നു അവരെ ജ്ഞാനിയെന്നും അതിനാൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ പ്രക്രിയ എത്രത്തോളം കഠിനമാണെന്ന് തനിക്ക് അറിയാമെന്നും ഗംഗ പറയുന്നുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ ഞാൻ ഇനിയും മാനസികമായി വളരേണ്ടതുണ്ടെന്നും ഗംഗ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവിചാരിതമായി ഭാവിയിൽ ഗർഭിണിയായാൽ ഈ വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കരുതെന്ന് ഗംഗ തമാശ രൂപേണ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.
താൻ അമ്മയാകാൻ തയ്യാറല്ലെന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് അതിനു വേണ്ട ക്ഷമയും പക്വതയും താൻ ഇനിയും നേടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ താൻ ചെയ്തു തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്ന് ഗംഗ തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ കുഞ്ഞിനെ ദത്തെടുക്കുവാനുള്ള സാധ്യതകളെ കുറിച്ച് ഗംഗ സൂചിപ്പിക്കുന്നുണ്ട്. വിഷ്ണു ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചിരുന്നുവെന്ന് ഗംഗ പറഞ്ഞിട്ടുള്ളതാണ്. വിഷ്ണുവിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. വിഷ്ണുവിന് ആദ്യ വിവാഹത്തിൽ ഒരു പെൺകുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ഇപ്പോൾ ആദ്യ ഭാര്യയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. വിഷ്ണുവും ഗംഗയും തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ല. 20കളുടെ തുടക്കത്തിലായിരുന്നു വിഷ്ണുവിന്റെ ആദ്യ വിവാഹം നടന്നത്. എന്നാൽ കുഞ്ഞ് പിറന്ന ശേഷം ഇരുവരും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞതോടെ വേർപിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. ഗംഗയുടെ ജീവിതത്തിലും നേരത്തെ ചില പ്രണയ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ ഗംഗയെ വല്ലാതെ തളർത്തിയെന്നും അത്തരം മോശം അനുഭവങ്ങൾ കാരണം വിവാഹം പോലും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചു എന്ന് ഗംഗ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ വിഷ്ണുവിന്റെ കടന്നുവരവോടെ ആ ചിന്താഗതി ആകെ മാറി. എന്നാൽ വിവാഹമോചിതനായ ഒരാളെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ വലിയ വിമർശനങ്ങൾ ഗംഗയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള ചിന്തകളും ചോദ്യങ്ങളുമാണ് വന്നിരുന്നത്. എങ്കിലും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ഉള്ളതുകൊണ്ട് ഗംഗ ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും താരം പറഞ്ഞിട്ടുള്ളതാണ്. ഗംഗയും വിഷ്ണുവും തമ്മിലുള്ള ഈ തുറന്നുള്ള സംഭാഷണം പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒളിച്ചുവെക്കലുകൾ ഇല്ലാതെ സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ പങ്കുവയ്ക്കുന്ന ഇവരുടെ ശൈലിയെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു ദാമ്പത്യത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ വീഡിയോ വ്യക്തമാക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധികളും തീരുമാനങ്ങളും പക്വതയോടെ നേരിടുന്ന ഇവരുടെ രീതിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വീഡിയോ എഡിറ്ററായ വിഷ്ണുവിനൊപ്പം തന്റെ യൂട്യൂബ് ചാനലിലൂടെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഗംഗ ഇപ്പോൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.